ഇന്ന് നവംബർ 9 ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ഈ ഒരു ദിവസമാണ്. നമ്മളുടെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് 20 വർഷം തികയാണ്. അതുപോലെ നവംബർ 9-ാം തീയതി വേറൊരു നഷ്ടം കൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട അമ്മാമ്മ നവംബർ 9-ാം തീയതിയാണ് മരിച്ചത്. അമ്മാമ്മ മരിച്ചിട്ട് ഇന്നേക്ക് 3 വർഷവും അച്ഛൻ മരിച്ചിട്ട് 20 വർഷമാണ് ആവുന്നത്. അച്ഛൻ്റെ ഫോട്ടോസ് അടങ്ങുന്ന ഒരു ചെറിയ ആൽബം പോലൊരു സാധനമാണിത്. അപ്പോൾ അതിൽ അച്ഛൻ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. ഇത് പേഴ്സിൽ വെക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിൽ അച്ഛൻ്റെ 1-2 ഫോട്ടോസ് ഉണ്ട്. അച്ഛൻ്റെ പല ഏജിലുള്ള ഫോട്ടോസാണ് ഇതിനകത്തുള്ളത്. ഒരു 3 ഫോട്ടോസാണ് ഇതിനകത്ത്, 3 അല്ല 4 ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോ അടങ്ങുന്നൊരു ആൽബം ഉണ്ടായിരുന്നു. ഇതാണ് ലാസ്റ്റ് ഫോട്ടോ അച്ഛൻ എടുത്ത് അയച്ചു തന്നത്. രാവിലെ ബലിയിടാൻ പോകാൻ വേണ്ടി നമ്മൾ പിള്ളേർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ ബലിയിടുന്നതുകൊണ്ട് നമ്മൾ കാപ്പിയൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ കൊച്ചുങ്ങൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. തിരിച്ച് നമുക്ക് മമ്മിയുടെ വീട്ടിൽ വരണം. മമ്മി എന്ന് പറയുന്നത് വല്യമ്മയുടെ വീടാണ്. അപ്പോൾ അവിടെ അമ്മാമ്മേരെ 3-ാമത്തെ ആണ്ട് നടത്താൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ 3-ാമത്തെ ആണ്ടോട് കൂടി അമ്മാമ്മയുടെ ആണ്ട് നമ്മൾ എടുത്ത് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഒന്ന് പോകണം. അങ്ങനെ നമ്മൾ നേരെ വർക്കല ബലിയിടാൻ വേണ്ടിയാണ് പോണത്. എന്നിട്ടേ നമുക്ക് വല്യമ്മയുടെ വീട്ടിൽ പോകാൻ പറ്റൂ. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ അമ്മയും ചേച്ചിയും കാത്തു നിൽക്കുകയാണ്. കാരണം അമ്മ തലേ ദിവസമേ അങ്ങ് മമ്മിയുടെ അവിടെ പോയായിരുന്നു. അപ്പോൾ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മയുണ്ട്, മൂത്ത ചേച്ചിയുണ്ട്. അപ്പോൾ കാത്തു നിന്നപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ചേച്ചിയമ്മയും കൂടെ വന്നു. ചേച്ചിയമ്മ എന്ന് പറയുന്നത് അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേച്ചിയെ കാത്ത് കുറച്ച് നേരം നിന്നു. പിന്നെയാണ് അവൾ വന്നത്. ചേച്ചി വന്നോടനെ പിന്നെ താമസിച്ചില്ല. നമ്മൾ ബലിയിടാന്ന് വിചാരിച്ചു. അങ്ങനെ ബലിയിടാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് പോയിരുന്നു. അമ്മാമ്മയ്ക്ക് വേണ്ടി അമ്മയും ചേച്ചിയമ്മയും വേറൊരു സ്ഥലത്താണ് ബലിയിടായിരുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ചിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരോട് വേറൊരു സ്ഥലത്ത് പോയിരിക്കാൻ പറഞ്ഞിട്ട് അവർ വേറൊരു സ്ഥലത്താണ് പോയത്. ചേച്ചി ഡിഗ്രി ഫൈനൽ ഇയറിനും രണ്ടാമത്തെ ചേച്ചി ഡിഗ്രി സെക്കൻഡ് ഇയറിനും ഞാൻ +1 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ ഗൾഫിലായിരുന്നു. ഞാൻ 3-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ ഗൾഫിൽ പോകുന്നത്. പിന്നെ ഞാൻ 7-ാം ക്ലാസ്സിലായപ്പോഴാണ് അച്ഛൻ ഒരിക്കൽ ലീവിന് വന്നത്. പിന്നെ അച്ഛൻ വന്നത് ഞാൻ +1 പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ സമയത്ത് മാത്രമേ അച്ഛൻ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അച്ഛനെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. നമ്മളെ പൊന്നു പോലെ നോക്കുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെ. അത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. 3 പെൺമക്കളായി പോയി എന്നുള്ള ഒരു വിഷമം പോലും അച്ഛനില്ലായിരുന്നു. നമ്മൾ രാത്രി ഉറക്കമൊഴിഞ്ഞ്, അമ്മ ഉറക്കമൊഴിഞ്ഞിരുന്നാലും നമ്മൾ ഉറക്കമൊഴിഞ്ഞ് നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഉറക്കമൊഴിഞ്ഞ് നോക്കുന്ന ഒരാളായിരുന്നു നമ്മളച്ഛൻ. ഒരു കൊതു പോലും കടിക്കാതെയാണ് നമ്മളെ വളർത്തിയത്. നമ്മൾ ആഹാരത്തിനായാലും വസ്ത്രത്തിനായാലും നമ്മൾ ഒരാഗ്രഹവും നമുക്ക് ഉണ്ടായിരുന്നില്ല. അയ്യോ നമുക്ക് അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് തോന്നിയിട്ടില്ല. കാരണം അച്ഛൻ അങ്ങനെയാണ് നമ്മളെ നോക്കിയത്. ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. അച്ഛന് നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ കള്ളു കുടിച്ചുകൊണ്ട് വന്നിട്ട് അടിക്കുമെന്നൊക്കെ ഉള്ള അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ മരിച്ചെങ്കിലും തമാശയ്ക്ക് വേണ്ടി അമ്മ പറയും, അന്ന് അച്ഛൻ എപ്പോഴും ഒരു വിഷമമായിരുന്നു, മരിക്കുന്നവരെ വിഷമമായിരുന്നു, കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നവന്മാരെ അടിക്കുമെന്ന്. ഇന്ന് അവന്മാരെ എടുത്തിട്ട് അടിക്കുമെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തമാശയെങ്കിലും ചിരിക്കും. പക്ഷേ നമ്മുടെ മക്കളെ പോലും അവരുടെ അച്ഛൻ നോക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അച്ഛൻ നോക്കി അതുപോലെ അവരെ നോക്കുന്നില്ല എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നാറ്. കാരണം അത്ര നമ്മുടെ പൊന്നു പോലെയാണ് അച്ഛൻ നോക്കിയത്. വസ്ത്രത്തിനായാലും ആഹാരത്തിനായാലും ഒന്നിനും നമുക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നമ്മളെ വീടൊന്നും നമ്മൾ മാറ്റി വെക്കാത്തത് തന്നെ ഒരു പക്ഷേ അതായിരിക്കും കാരണം. നമുക്ക് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ അച്ഛൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് തന്നാണ് നമ്മളെ വളർത്തിയത്. അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ എല്ലാ വീടുകളിലും അങ്ങനെ ചിക്കനും ബീഫും ഒന്നും വാങ്ങിക്കുന്ന വീടുകളല്ല. അപൂർവം വീടുകളിലായിരുന്നു അങ്ങനെ. പക്ഷേ അപ്പോൾ പോലും എല്ലാ ഞായറാഴ്ചയും വലിയ തേക്കലയിൽ ബീഫൊക്കെ വെട്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ബീഫ്, മട്ടൻ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്ന അച്ഛനാണ് നമുക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആഹാര കാര്യത്തിനായാലും ഒന്നിനൊരു മുടക്കമില്ലാതെ നോക്കിയ ആളാണ്. അന്ന് എല്ലാവരും പറയുമായിരുന്നു ഉള്ള പൈസ എല്ലാം സേവ് ചെയ്യാതെ ആഹാരവും വസ്ത്രവും വാങ്ങിച്ച് ചിലവാക്കി കളയുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും അത് തന്നെയല്ലേ ചെയ്യണം. പക്ഷേ അന്ന് ആരും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഇന്ന് ആൾക്കാരൊക്കെ അറിയാം ആരോഗ്യമാണ് വലുത്. പിന്നെ അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ ഈ വീഡിയോ ഒന്നും എനിക്ക് തികയാതെ വരും. കാരണം നമ്മളെ കുളിപ്പിക്കുന്ന അച്ഛനാണ്. കുളിപ്പിച്ച് നമുക്ക് തല കെട്ടിത്തരുന്ന അച്ഛനാണ്. അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോയ് ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ മധ്യത്തൂടെ വവരിട്ട് 2 സൈഡും സ്ലൈഡൊക്കെ കുത്തി നമുക്ക് ആ ബോയൊക്കെ വെച്ച് നമ്മളെ വൈകിട്ടാകുമ്പോൾ ചായക്കടയിൽ കൊണ്ടുപോയി കുറേ സാധനമൊക്കെ വാങ്ങിച്ചു തരും. ഒരു പൊതിയില്ലാതെ അച്ഛൻ വരില്ല. അതങ്ങനെയാണ്. അങ്ങനെ ആ ഒരു അച്ഛൻ്റെ വരവും കാത്ത് നമ്മളിരിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു അച്ഛനെയാണ് നമുക്ക് ദൈവം തന്നത്. അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ഈ വീഡിയോ തികയാതെ വരും.
അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ്. അപ്പം ഇവിടെ 1985 ഏപ്രിൽ 14-ാം തീയതി വിഷുവിൻ്റെ അന്ന് ആണ് അമ്മയും അച്ഛനും കല്യാണം കഴിച്ചത്. അപ്പോൾ ഇവിടെ താഴെ ഒരു പൊളിഞ്ഞ് വീഴാറായ സദ്യാലയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ല. അതൊക്കെ ഇപ്പോൾ പൊളിച്ച് മാറ്റിയെന്ന് തോന്നുന്നു. അവിടെ വെച്ചായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ടാണ് സദ്യയൊക്കെ കഴിക്കുന്നത്. അമ്മയുടെയും മമ്മിയുടെയും കുഞ്ഞമ്മയുടെയൊക്കെ കല്യാണം ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അമ്മയൊക്കെ ഇവിടെ വർക്കല താമസിക്കുന്ന സമയത്ത് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി നമ്മൾ റെസിപ്റ്റൊക്കെ എഴുതി തിലഹവനം ചെയ്യാൻ വേണ്ടി റെസിപ്റ്റൊക്കെ എഴുതി അമ്മാമ്മയുടെ പേരിലും ചെയ്യണമായിരുന്നു, അച്ഛൻ്റെ പേരിലൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ കറങ്ങി തൊഴുത് അവിടെ തിലഹവനം ചെയ്യുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ തിരുമേനി വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്നിട്ടാണ് തിരുമേനി വന്ന് നമുക്ക് പ്രസാദമൊക്കെ തന്നത്. അപ്പോഴേക്കും താഴെ നിന്ന് വിളി വന്ന് വരുന്നില്ലേ, കാരണം ഇപ്പം തന്നെ 10:30 മണി കഴിഞ്ഞു. അപ്പം മമ്മിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ബലിയിടാൻ വേണ്ടി ഇത്രയും താമസിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് എന്തായാലും നമ്മൾ വീടെത്തി. ഇതാണ് മമ്മിയൊക്കെ താമസിക്കുന്ന വീട്. അപ്പം നമ്മളിവിടെ കയറിയിട്ടേ അപ്പുറത്തെ വീട്ടിലോട്ട് പോവുള്ളൂ. അങ്ങനെ ചെന്നപ്പോൾ തന്നെ മമ്മി കുറച്ച് തൈലമൊക്കെ ഇട്ട് തേച്ച് കാലുവേദന എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അപ്പുറത്താണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. ഈ വീട്ടിലാണ് നമ്മളെപ്പോഴും വന്നാലും നിൽക്കുന്നത്. ഇവിടെ ആരും കിടക്കാറില്ല. കിടക്ക ഇപ്പം മമ്മിയുടെ മോള് മാത്രം കൊച്ചുങ്ങളെയും കൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പുറത്താണ് എല്ലാവരും താമസിക്കുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ അവിടെയാണെങ്കിൽ നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെയാണ് കൂടാറ്. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്മാമ്മ. എല്ലാ പ്രാവശ്യവും വായനയൊക്കെ നടത്തിയിട്ടാണ് ചടങ്ങ് നടത്തുന്നത്. അങ്ങനെ അവിടെ കയറി എല്ലാവരും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അകത്തേക്ക് പോയി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് വാവയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഉടനെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. കഞ്ഞിയും കറിയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നാണ് വരുന്നത്. എല്ലാവരും കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ അകത്തേക്ക്. പിന്നെ നമ്മുടേതായ കുറച്ച് സമയം ഇതിൽ 1-2 പേർക്കൊന്നും വരാൻ പറ്റിയില്ല. ജോലി തിരക്കും ഒക്കെ കാരണം ആൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് 12 മണിയായപ്പോൾ തന്നെ അമ്മാമ്മയ്ക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി എല്ലാ ആഹാരമൊക്കെ പകർന്നു വെച്ചു. എല്ലാ നാട്ടിലും ഇങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിവിടെയൊക്കെ ഇങ്ങനെയാണ്, മരിച്ച ആളിന് ഇങ്ങനെ ആഹാരം വെച്ച് കൊടുക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങി. പിന്നെ ആഹാരം വിളമ്പി കൊച്ചുങ്ങളെയൊക്കെ ആദ്യം ഇരുത്തി. പിന്നെ ഓരോരുത്തർ ഫുഡ് കഴിക്കുന്ന സമയമാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഈ സൈഡിൽ വന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒതുങ്ങിയ സ്ഥലം നോക്കി വന്നതാണ്. പിന്നെ അമ്മാമ്മയ്ക്ക് പൂവിടുന്ന സ്ഥലത്ത് പോയി പൂവൊക്കെ ഇട്ടു. പിന്നെ മോൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പെൺകൊച്ചുങ്ങളെല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അവളെയും പിടിച്ചിരുത്തി. പിന്നെ നേരെ അവളെയും കൊണ്ടുപോയി ഞാൻ അപ്പുറത്ത് പോയി ഊഞ്ഞാലാട്ടം തുടങ്ങി. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് മോനെ കാണാനില്ല. അങ്ങനെ ഞാൻ തിരക്കി മമ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരുടെ ഇറ്റത്തിരുന്ന് ഫോൺ കാണുന്നത് ഞാൻ കണ്ടു. അപ്പോഴും നോക്കിയപ്പോൾ ഒരാളും കൂടെ വന്ന് അച്ഛൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫോൺ കാണുകയാണ്. പിള്ളേർക്കൊക്കെ എവിടെ ചെന്നാലും കാണാൻ ഭയങ്കര ഇതാണെങ്കിലും അവിടെ ചെന്നാലും ഫോൺ കാണക്കുവാണ് ജോലി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കി വന്നപ്പോഴത്തേക്ക് ഒരേ ഇലയിൽ നിന്ന് 2 പേര് ചോറ് വാരി കഴിക്കണുണ്ട്. അപ്പോൾ അമ്മാമ്മയ്ക്ക് വെച്ച് കൊടുത്ത ചോറാണ് ചേച്ചിയമ്മയും അമ്മയും കൂടെ കഴിക്കണത്. പിന്നെ നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. പിന്നെ കുറേ സംസാരങ്ങൾ സംസാരിച്ച് അവസാനം വീഡിയോ ഒക്കെ എടുത്തിട്ട് ചോറ് തിന്നാൻ തന്നെ നമുക്ക് 2 മണിക്കൂർ വേണം. കാരണം തീറ്റ നടക്കത്തില്ല, സംസാരമാണ് നടക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടെ നേരെ റൂമിലേക്ക് കയറി. പക്ഷെ അതില് മുഖം അത്ര അറിയത്തില്ല. എടാ നിന്റെ മൂക്ക് തന്നെല്ലടാ വെച്ചു. അത് മാമജി പറഞ്ഞു. എനിക്ക് എപ്പോഴേ തോന്നി
അടുത്ത കലാപരിപാടികൾ എന്താണെന്ന് അറിയാമല്ലോ. സദ്യയൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആണെങ്കിൽ, അത് നമ്മൾ ഇത്രയും അടുത്ത ഫാമിലി ആണെങ്കിൽ മാത്രം ഇതാണ് അവസാനം കുറച്ച് കോരിക്കെട്ടിക്കൊണ്ട് പോകുക എന്ന് പറയും. അതൊരു ചടങ്ങാണ്. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് എല്ലാം വാരി കെട്ടുകയാണ്. അങ്ങനെ എല്ലാവർക്കും ആരും ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കിയതാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ എന്തായാലും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഫുഡ് ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്തുകൊണ്ടാണ് പോണത്. അങ്ങനെ പോകാനുള്ള സമയമായി. കുറച്ച് പേരൊക്കെ പോയി, കുറച്ച് പേര് പോകാൻ നിൽക്കുന്നു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.